ഇന്നത്തെ വർക്ക് നടക്കുന്നത് പള്ളിപ്പുറത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത സൈറ്റിൻ്റെ ബാക്കി വർക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലം നമ്മൾ കുറച്ചുകൂടി ഗ്രാവലൊക്കെ ഇട്ട് ഹൈറ്റൊക്കെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ പേൾ ഗ്രാസ് നട്ടുപിടിപ്പിക്കാൻ വേണ്ടി പോവാണ്. ഒത്തിരി മഴയായിട്ട് നമ്മൾ വർക്ക് ചെയ്യേണ്ട സ്ഥലത്ത് വെള്ളം കെട്ടിക്കുന്നതുകൊണ്ട് അന്ന് നമ്മൾ പുല്ലില്ലാതെ ഇവിടെ കൊണ്ടുവന്ന് ഇടുമായിരുന്നു കേട്ടോ. അതും പുല്ലും മൊത്തത്തിൽ വിരിഞ്ഞാണ് വന്നത്, മഴ ഒരുപാടായതുകൊണ്ട് നനഞ്ഞതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയ ഫുൾ അവിടെ നിന്ന് ഇവിടം വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാ ഈ കല്ലിൻ്റെ അവിടം വരെ കാണുന്ന പുല്ല് അനക്കുന്നില്ല കേട്ടോ. അതവിടെ നമ്മൾ പെർമനൻ്റായിട്ട് ഇട്ടേക്കുവാണ്. പക്ഷേ നമ്മൾ ഇവിടെ ഇട്ടേക്കുന്ന ഈ പുല്ല് ഇത് നമുക്ക് കാണാം, നമ്മൾ ഇച്ചിരി മുമ്പ് കണ്ടില്ലേ, ആ സ്ഥലത്തേക്ക് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് കേട്ടോ. നമ്മളിവിടെ തൽക്കാലത്തേക്ക് ഇട്ടുന്നേ ഉള്ളൂ. ഇപ്പോൾ മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടുന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ചെറിയ പീസുകളായിട്ട് നമ്മൾ സാധാരണ നടുന്ന പോലെ തന്നെ നട്ടുപിടിപ്പിക്കാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ ഇത്ര ഏരിയയിലെ പുല്ലുണ്ട്. അപ്പോൾ ഈ പുല്ല് നമുക്ക് അങ്ങോട്ട് നടാനായിട്ടുള്ളതാണ്. നമ്മൾ പുല്ലൊക്കെ കട്ട് ചെയ്തിട്ട് നടാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടോ. ഇതാ ഈ ഒരു സൈസിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇത് ഓൾറെഡി നമ്മൾ ഒരു പ്രാവശ്യം മണ്ണിലിട്ട് പിടിപ്പിച്ചിട്ട് അവിടെ നിന്ന് പൊക്കിയെടുത്തതായതുകൊണ്ട് മണ്ണിന് കുറച്ച് കട്ടി കൂടുതലുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ നട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് നട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സൈഡ് വരെയാണ് നമുക്ക് നടേണ്ടത് കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെ ഏകദേശം 1 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള പീസുകളായിട്ട് നമ്മളൊന്ന് ചെത്തിയെടുക്കാം കേട്ടോ. നമുക്ക് അത്രയും ദൂരം എത്തിക്കാനുണ്ട്. വലിയ പീസായിട്ട് കൊണ്ടുപോകാൻ പാടായിരിക്കും. മാത്രമല്ല വലിയ പീസായിട്ട് ചെത്തി കിട്ടാനും പാടാണ്. ഓൾറെഡി ഇതിൻ്റെ റൂട്ട് താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെയുള്ള പീസാക്കിയിട്ട് കണ്ടില്ലേ, ഇതിനാണ് നമ്മൾ കൊണ്ടുപോയി ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് നടുന്നത്. സാധാരണ നമ്മൾ നടുന്ന പോലെ തന്നെ. അങ്ങനെ നമ്മൾ അത്യാവശ്യം പുല്ല് ഇവിടുന്ന് ആറ്റം വരെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നനയ്ക്കാണ്. നല്ല വെയിലുള്ള ദിവസമാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നനച്ചുകൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് ഇനിയിപ്പോൾ എത്രയും ഏരിയ ഇവിടെ നമുക്ക് ഫിനിഷ് ചെയ്യാനുണ്ട്. പിന്നെ ഇവിടെ ഈ കാണുന്ന ഏരിയ നമ്മളിവിടേക്ക് ഷീറ്റായിട്ട് തന്നെ, അതായത് ഫുൾ കവറാകുന്ന രീതിയിലാണ് ഈ ഒരു ഏരിയയിൽ വെക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെയുണ്ട്, ഫ്രണ്ടിലൊരു ഇച്ചിരി ഏരിയ ഉണ്ട്. അപ്പോൾ ഇത്രയും ഭാഗത്തേക്ക് നമ്മളങ്ങനെ വെക്കാൻ പോകുന്നു. ഈ ഒരു സൈഡ് ഫുള്ളായിട്ട് നമ്മൾ നട്ടുപിടിപ്പിക്കുന്നു. അതുപോലെ ഇപ്പുറത്തെ സൈഡ് ഫുള്ളായിട്ട് നമ്മൾ ഷീറ്റായിട്ട് വെച്ചിട്ടുമുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇത് ചെയ്യുന്നതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഏരിയ ഫുള്ളായിട്ട് നമ്മൾ ഷീറ്റായിട്ടിട്ടാണ്. അത്യാവശ്യം നല്ല ഗ്രോത്ത് ആയിട്ടുണ്ട്, നല്ല ഗ്രീൻ ആയിട്ടുണ്ട്. ഇവിടെ ഞാനിത്രയും വെട്ടിയിട്ടേക്കാം കേട്ടോ. ആ കാണുന്നോട്ട് ഇവിടം വരെയുള്ള ഫുള്ള് വെട്ടിയിട്ടേക്കാം. ഏകദേശം
1 സ്ക്വയർ ഫീറ്റ് വരുന്ന രീതിയിൽ സ്ക്വയർ പീസുകളായിട്ട് വെട്ടിയിട്ടേക്കണേ. കണ്ടിന്യൂസ് ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര വെയിലെന്ന് വെച്ചാൽ നല്ല ഒന്നാന്തരം വെയില. അപ്പോൾ കുറേശ്ശെ വെട്ടുന്നുണ്ട്. നമ്മൾ അധികം വെട്ടിയിടുന്നില്ല, കാരണം നല്ല വെയിലായതുകൊണ്ട് പുല്ല് വാടിപ്പോയിരിക്കാൻ വേണ്ടി കുറച്ച് വെട്ടി അതപ്പോൾ തന്നെ എടുത്ത് സെറ്റ് ചെയ്യും, ബാക്കി വെട്ടും സെറ്റ് ചെയ്യും, അങ്ങനെ എടുക്കാം കേട്ടോ. ഓവറായിട്ട് വെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ട് മിച്ചം പുല്ലുണ്ടെങ്കിൽ നമുക്കത് ഇവിടെ തന്നെ നിർത്താനുള്ളതാണ്. അപ്പോൾ ഇത്രയും നമ്മൾ വെട്ടിയിട്ടേക്കുവാണേ. അപ്പോൾ ഇനി ഇതെടുത്ത് നമുക്ക് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്യാനുള്ള സ്ഥലം കൂടി കാണിച്ചു തന്നേക്കാം. ഇതാണ് ഏരിയ. അപ്പം ഇതിൻ്റെ ഉള്ളിലത്തേക്കാണ് നമുക്ക് വിരിക്കാനുള്ളത് കേട്ടോ. ഇവിടെ നമ്മൾ ഷീറ്റായിട്ട് ഇടുകയാണ്, എന്ന് വെച്ചാൽ ഫുള്ള് കവറാകുന്ന രീതിയിൽ ഇടുക. ഇവിടെ നമ്മൾ നട്ടിലേക്കുവാണ്. അപ്പം അങ്ങനെ അല്ലാതെ ഈ ഒരു ഏരിയയിലേക്ക് ഫുള്ള് ഷീറ്റായിട്ട് ഇടണം. ആ വീടിൻ്റെ ഫ്രണ്ടിലൊരു ഇച്ചിരി ഭാഗമുണ്ട്, അവിടെ കൂടി നമ്മൾ ഷീറ്റായിട്ട് തന്നെ ഇടണം. ഇതാ അവിടെ കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിൽ ചെറിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തേക്കാം കേട്ടോ. കാരണം ഇതിൻ്റെ അകത്ത് കുറച്ച് ചെടിയുണ്ട്, കുറച്ച് ഹെലിക്കോണിയൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെറിയ ഷീറ്റായിട്ട് ചെറിയ പീസായിട്ട് എടുത്തിട്ട് അവൻ്റെ അകം ഫില്ല് ചെയ്ത് പോവാം. ഇതിൻ്റെ അകത്തേക്ക് നടാൻ തുടങ്ങാം കേട്ടോ. നമ്മൾ ഷീറ്റാട്ടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അവിടുന്ന് ഏകദേശം 1 സ്ക്വയർ ഫീറ്റുള്ള പീസായിട്ട് വെട്ടി എടുത്തേക്കാണ് മമ്മട്ടിക്ക്. അത് നേരെ കൊണ്ടുവന്ന് നമ്മൾ ഇതിനകത്തേക്ക് അടുക്കി വെക്കുന്നു, അത്രയുള്ള പരിപാടി. ഇതാ അങ്ങനെ വെക്കുന്നത്. യെസ്, അപ്പോൾ നമ്മൾ ഇവിടം വരെയുള്ള ഏരിയയിൽ പുല്ല് നട്ടിട്ട് വളം ഇടുകയാണ് കേട്ടോ. നമ്മൾ സെറാമിലെന്ന് പറയുന്ന വളമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വളം നമുക്ക് വേണമെങ്കിൽ നമ്മൾ പുല്ല് നടുന്നതിന് മുമ്പായിട്ടോ പുല്ല് നടുന്നതിന് ശേഷമോ നമുക്ക് ഇട്ട് കൊടുക്കാം, കുഴപ്പമില്ല. അതായത് നമ്മളിപ്പോൾ ഷീറ്റ് പോലെ വെക്കുകയാണെങ്കിൽ, ഈ കാണുന്ന പോലെ വെക്കുകയാണെങ്കിൽ നമുക്കൊന്നെങ്കിൽ ഇതുപോലെ മണ്ണായിട്ട് കിടക്കുന്ന സമയത്ത് തന്നെ ഈ വളം യൂസ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്തേക്കും യൂസ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഈ ഒരു ബോക്സ് കൂടി കംപ്ലീറ്റ് ചെയ്ത കേട്ടോ. ആണ്ടല്ലേ, നൈസായിട്ടുണ്ട്. പുല്ല് കറക്റ്റായിട്ട് നമ്മൾ അതിനകത്ത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡ് നമ്മൾ പുല്ല് തിരിച്ചിട്ടുണ്ട്, ഈ ഒരു സൈഡ് നട്ടിട്ടുണ്ട്. പിന്നെ ഇതൊരു 1-2 മാസം കൊണ്ട് ഇതുപോലെ തന്നെ ഇവിടെയും കറാവും കേട്ടോ. അതുപോലെ നമ്മൾ മൊത്തത്തിൽ വളമായിട്ട് നനച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് 1000 വരെ ഫിനിഷ് ചെയ്തിട്ട് നനച്ചുകൊണ്ടിരിക്കുകയാണ്. വളമിട്ടിട്ടുണ്ട്, ഇവിടെയും വളമിട്ടിട്ടുണ്ട്, അവിടെയും വളമിട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വേറെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു, നമ്മുടെ യുജീനിയ പ്ലാന്റ്സ് ഉണ്ടോ, നമ്മൾ നേരത്തെ നടുന്ന സമയത്ത് എല്ലാ ചെടിക്കും ഇത്രയും ഗ്രോത്ത് ഇല്ലായിരുന്നു. ഇപ്പോൾ എല്ലാ ചെടിയുടെയും മുകളിലായിട്ട് ആ റെഡ് കളറിലെ ഇല വന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. എല്ലാത്തിനും വരുന്നുണ്ട് റെഡ് കളറിലെ ഇല. അപ്പോൾ ഇപ്പോൾ തന്നെ അത് ഗ്രോത്ത് കാണിക്കാൻ തുടങ്ങുന്നത് നമ്മൾ പ്ലാന്റ്സ്. കുറച്ച് നാളോട് കഴിയുമ്പോൾ സെറ്റ് ആവും. അത് നമുക്ക് വേറെ വീഡിയോയിൽ ഞാൻ കാണിക്കാം, കുറച്ച് മാസങ്ങളെടുക്കും, അത് കഴിയുമ്പോഴത്തേക്കും കാണിക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വർക്ക് ഇവിടെ കൊണ്ട് നിർത്താൻ പോകണം കേട്ടോ. ഇനി നമുക്കിവിടെ കുറച്ച് പ്ലാന്റ്സ് കൂടി വെക്കാനുണ്ട്. അത് നമ്മൾ നാളത്തെ ദിവസമായിരിക്കും വെക്കുന്നത്. കാരണം ഇന്നിപ്പോൾ നമുക്ക് കുറച്ച് എമർജൻസി ആയിട്ട് നമുക്ക് സൈറ്റിൽ നിന്ന് പോകേണ്ടതായിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ പോകാൻ പോവാണ്. ബാക്കി പ്ലാന്റ്സ് നമ്മൾ നാളെ വെക്കുന്നുണ്ട്. യെസ്, അങ്ങനെ നെക്സ്റ്റ് ഡേ നമ്മൾ പ്ലാന്റ്സ് വെക്കാൻ വേണ്ടി പോകണ്ട. അപ്പോൾ ഇവിടെ ഈ കുറേ പ്ലാന്റ്സ് നിൽക്കുന്നുണ്ട് ഈ സൈഡിൽ കൂടി. അതിൻ്റെ ഒരു 6 പ്ലാന്റ്സാണ് നമ്മളിവിടെ വെക്കാൻ പോകുന്നത്. ബാക്കിയുള്ള ചെടിച്ചട്ടിയും കാര്യങ്ങളെല്ലാം നമ്മളിത് മാറ്റുവേ. കാരണം ഇതിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഒരു വൃത്തികേടാണ്. കാരണം ഇതിൻ്റെ അകത്തൂടി ഒരു ബോർഡർ പോകുന്നുണ്ടല്ലേ, ഈ ഒരു ബോർഡർ ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മൾ ആ ബോർഡറിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് പ്ലാന്റ്സും വെക്കുന്നുണ്ട്. അപ്പോൾ അത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഈ സൈഡിൽ കൂടി ഇങ്ങനെ ഒരു പോട്ടുകൾ, അതും പല സൈസിലുള്ള പോട്ട്, പല പോലുള്ള പോട്ടുകളാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ മാറ്റാൻ പോവുകയാണ്. അപ്പോൾ മാറ്റി കഴിഞ്ഞാൽ വൃത്തിയാവുള്ളൂ. അതുപോലെ തന്നെ ഈ കാണുന്നൊരു ഫ്രെയിം വർക്ക് ചെയ്തേക്കുന്നുണ്ടോ, ഈ ഒരു ഫ്രെയിം വർക്കിലേക്ക് നമുക്ക് കുറച്ച് ക്രീപ്പിംഗ് പ്ലാന്റ്സ് കയറ്റാനുണ്ട്. അപ്പോൾ അതും കൂടി നമ്മളൊരു 3-4 അവിടെ ഇവിടെ ആയിട്ട് നട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അവിടെ 1-2 ചെറിയ ഫ്രൂട്ടിങ് പ്ലാന്റ്സ്, അതായത് എന്തോ നെല്ലിയോ മറ്റോ ഇവർ വാങ്ങി വെച്ചിട്ടുണ്ട്, അതും കൂടി ഒന്ന് നട്ടു കൊടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. കുഴിയെടുത്തോണ്ടിരിക്കുക കേട്ടോ നടാനായിട്ടുള്ള. നമ്മൾ ഓൾറെഡി ഗ്രാസ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഴിയെടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് പ്ലാന്റ്സും കൂടി വെക്കാൻ പോകാം.
നമ്മൾ ഏകദേശം ഈ ഒരു ഭാഗം വരെയാണ് പുല്ല് വച്ചേക്കുന്നത് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ടാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇതുപോലെ കല്ല് വെച്ചിട്ടൊരു ബോർഡർ പോലെ ചെയ്യാൻ വേണ്ടി പോകണേ. നമ്മൾ സാധാരണ സോൾഡ് കട്ടാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിനോട് ഒപ്പിച്ചിട്ട് നമ്മൾ നേരെ ഇട്ടങ്ങ് പോകാൻ. അപ്പോൾ എന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഏരിയക്കുള്ളിലാണ് നമ്മൾ പേൾ ഗ്രാസ് വെച്ചേക്കുന്നത്. അപ്പോൾ പേൾ ഗ്രാസ് വന്ന് ഇതിൻ്റെ അടുത്ത് നിൽക്കാൻ വേണ്ടി കേട്ടോ. നിന്നിട്ട് ഈ കാണുന്ന ഏരിയയിൽ ആ ഒരറ്റത്ത് മാത്രം കുറച്ച് നമ്മൾ ഗ്രാസ് പിടിപ്പിക്കും. ബാക്കി ഇവിടെയാണ് വെള്ളം ഇറങ്ങുന്നത്. ആ കാണുന്നൊരു ഏരിയ, ഈ കാണുന്നൊരു ഏരിയയില്ലേ, ഈ വീടിൻ്റെ ഫ്രണ്ടിൽ വരുന്ന കംപ്ലീറ്റ് വെള്ളം ഈ രണ്ട് ഏരിയയിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് പുല്ല് വെച്ച് കഴിഞ്ഞാൽ പാടാവും. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ വർക്കെല്ലാം കഴിയുമ്പോൾ വീട്ടുകാർ ഇവിടെ പെബിൾസ് ഇടുമ്പോൾ കാണാൻ വൃത്തിയായിട്ട് കിടക്കും. അപ്പുറം ഇപ്പുറം ഒരേപോലെ പെബിൾസ് ഇടും. വെള്ളം വരുന്നത് നേരെ അതിനകത്തേക്ക് ഇറങ്ങുകയും ചെയ്യും. അതാണ് നമ്മുടെ പരിപാടി കേട്ടോ. അതിനുവേണ്ടിയാണ് നമ്മളിവിടെ ചെറിയൊരു ബോർഡർ പോലെ ഇപ്പോൾ വെക്കാൻ പോകുന്നത്. തേക്കുന്നൊന്നുമില്ല, ജസ്റ്റ് കല്ല് വെക്കുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു പൊടിക്കൊരു തേപ്പ് കനം പോലെ നമ്മൾ ഇട്ടിട്ടുണ്ട്. കാരണം ഇവർക്ക് എങ്ങാനും തേക്കണം, വൃത്തിയായിട്ട് കിടക്കണം എന്ന് തോന്നുവാണെങ്കിൽ അവർക്ക് ചെയ്യാമല്ലോ. അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മളിങ്ങനെ ചെയ്തു വിടുകയാണ്. അങ്ങനെ നമ്മൾ അവിടെ കല്ലിട്ട് കേട്ടോ. ഇവിടുന്ന് നേരെ സ്ട്രൈറ്റ് അവിടം വരെ ഇട്ടിട്ടുണ്ട്. പിന്നെ അറ്റൊന്ന് മൂടിക്കൂടി കൊടുക്കണം. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ വന്നേക്കുന്ന ബോർഡറല്ലേ, ഇതിനേക്കാൾ ഒരു 4 ഇഞ്ച് താഴത്താണ് ഇട്ടേക്കുന്നത് കേട്ടോ. കാരണം അഥവാ തേക്കണമെന്നുണ്ടെങ്കിൽ അത് കറക്റ്റാകാൻ വേണ്ടിയാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ മണ്ണ് ഇവിടുന്ന് ഇങ്ങനെ സ്ലോപ്പും ഇവിടെ നിന്നുള്ള അങ്ങോട്ടും എടുത്തിട്ടായിരിക്കും ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ സൈഡും കൂടി ഫിനിഷാക്കി. അയ്യോ നല്ല പണിയായിരുന്നു. ആ പുല്ല് കണ്ടോ, ആ പുല്ല് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബാക്കിൽ നിന്ന് വെട്ടിക്കൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ ബാക്കിൽ നിന്ന് വെട്ടിക്കൊണ്ട് വന്ന് അവിടെ ഇട്ടിട്ടുണ്ട്. ഈ ഒരു സ്ഥലം നമ്മളിങ്ങനെ സ്ലോപ്പാക്കി കൊണ്ടുവരാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് സ്ലോപ്പ്. ഇവിടെ ഇച്ചിരി കുഴിയോ കൂടുതൽ കൊടുത്തിട്ടുണ്ട്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇവിടെ കുറച്ച് കുഴിയോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മൊത്തം സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വർക്ക് ഇവിടെ കൊണ്ട് തീരാണ്. അപ്പോൾ ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാൽ, മൊത്തത്തിൽ പറഞ്ഞാൽ ഈ കാണുന്നൊരു ഭാഗം കണ്ട, ഈ കാണുന്നൊരു ഭാഗത്ത് നമ്മൾ ഷീറ്റായിട്ട് അവിടെ നിന്ന് അങ്ങനെ അവിടം വരെ ബായ്ക്ക് വരെ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പോർഷൻ ഇവിടം വരെ നമ്മൾ നട്ടിട്ടുണ്ട്. അവിടെയും ഷീറ്റായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന പ്ലാന്റ്സ്, ഇതിൻ്റെ ഇടയ്ക്ക് കാണുന്ന പ്ലാന്റ്സ്, മതിലിൻ്റെ സൈഡിൽ കാണുന്ന യൂജീനിയ, ഈ ഒരു ഫ്രെയിം വർക്കിലേക്ക് കയറ്റി വിട്ടിരിക്കുന്ന ക്രീപ്പിംഗ് പ്ലാന്റ്സ്, അവിടെ കാണുന്ന ഒരു റംബൂട്ടാൻ, അതിൻ്റെ അപ്പുറത്തൊരു നെല്ലി, അവിടെ ഒരു 3 ക്യാറ്റ്സ് ക്ലോ, അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ പുതിയതായിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും വർക്കാണ് നമ്മൾ മൊത്തത്തിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ വെച്ചേക്കുന്ന പ്ലാന്റ്സ് എന്ന് പറയുന്നത് ആ ഒരു ചെത്തി കണ്ടില്ലേ, ആ ചെത്തി വെച്ചിട്ടുണ്ട്. ഇത് മരമുല്ല. പിന്നെ ഇതൊരു ശ്രീലങ്കൻ ജാസ്മിൻ എന്ന് പറയുന്ന സാധനമാണ്. അത് ലോറ പെറ്റില്ല. അതുപോലെ വീണ്ടും ഒരു മരമുല്ല, പിന്നെ ഒരു ചെത്തി. ലാസ്റ്റ് ഭാഗത്തേക്ക് വെച്ചിട്ടില്ല, കാരണം അവിടെ ഒരു നമ്മുടെ ലവ്ലോലിക്ക എന്നൊക്കെ പറയില്ലേ, ആ ഒരു സാധനം അവിടെ ഉള്ളതുകൊണ്ട് തണലായിപ്പോവും കുറച്ച് നാൾ കഴിയുമ്പോൾ. അതുപോലെ ഇവിടെ സൈഡിൽ വെച്ചിരുന്ന എല്ലാ ചെടിച്ചട്ടിയും കൂടി എടുത്തിട്ട് നമ്മൾ ഇവിടെ തൽക്കാലത്തേക്ക് വെച്ചിട്ടുണ്ട്. ഈ ഒരു പോർഷനിൽ നമ്മൾ പുല്ലിട്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെ അപ്പുറത്തൊരു ഇച്ചിരി സൈഡുണ്ട്, അവിടെയും പുല്ലിട്ടിട്ടുണ്ട് കേട്ടോ. അത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ റെസ്റ്റ് എടുക്കട്ടെ, അടുത്ത വീഡിയോയിൽ കാണാം.